അധ്യാപകരുടെ PF അക്കൗണ്ട് ഹാക്ക് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം മാറ്റാൻ ശ്രമിച്ച അധ്യാപകൻ മലപ്പുറത്ത് അറസ്റ്റിൽ. കാടാമ്പുഴ AUP സ്കൂളിലെ അധ്യാപകനായ സെയ്ദ് അലവിയാണ് അറസ്റ്റിലായത്. കാടാമ്പുഴ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സ്കൂളിലെ HM അറിയാതെയായിരുന്നു തുക മാറ്റാൻ ശ്രമിച്ചത്. സെയ്ദ് അലവിക്കെതിരെ 8 കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറയുന്നു. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, മലപ്പുറം കാടാമ്പുഴയിലാണ് ഇത്തരത്തിൽ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് AUP സ്കൂളിലെ അധ്യാപകനാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഈ സ്കൂളിലെ തന്നെ മറ്റ് അധ്യാപകരുടെ PF അക്കൗണ്ടിൽ ഹാക്ക് ചെയ്തുകൊണ്ട് അതിലുള്ള പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് അധ്യാപകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കൊളത്തൂർ സ്വദേശിയായ സെയ്ദ് അൽവി എന്ന അധ്യാപകന് എതിരെയായിരുന്നു പരാതി ഉയർന്നത്. പിന്നെ മാസങ്ങൾക്ക് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് അധ്യാപകർ പരാതി നൽകിയിരുന്നു. പക്ഷേ ആരാണ് ഇത്തരത്തിൽ ഹാക്ക് ചെയ്തത് എന്നത് വ്യക്തമായിരുന്നില്ല. പിന്നീട് പോലീസ്, കാടാമ്പുഴ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി. അതിനുശേഷമാണ് കൊളത്തൂർ സ്വദേശിയായ സെയ്ദ് അൽവി എന്ന അധ്യാപകനാണ് ഇത്തരത്തിൽ മറ്റ് അധ്യാപകരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തത് എന്ന് വ്യക്തമാവുകയായിരുന്നു. മറ്റു അധ്യാപകരുടെ പാസ്വേഡും അതോടൊപ്പം തന്നെ യൂസർ നെയിമും എല്ലാം തന്നെ കൈക്കലാക്കി. അതിനുശേഷമാണ് അവരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തുകൊണ്ട് അതിലുള്ള പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റാനുള്ള ഒരു നീക്കം നടന്നത്. ഇതിന് പിന്നിലുള്ള ഛേദോവികാരം എന്താണ് എന്നത് വ്യക്തമല്ല. ഇതിൽ കൃത്യമായ ദുരൂഹത ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് മറ്റ് ചോദ്യം ചെയ്യൽ അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. നേരത്തെയും ഇയാൾക്കെതിരെ 8 കേസുകൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. മോഷണ ശ്രമം അടക്കമുള്ള കേസുകൾ ഇയാൾക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. ഒരു മാലമോഷണവുമായി ബന്ധപ്പെട്ട് ഇയാൾ നേരത്തെ റിമാൻഡിലായിരുന്നു. ഇപ്പോൾ ആണ് ഇപ്പോൾ ഈ PF അക്കൗണ്ട് ഹാക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഈ സംഭവത്തിൽ ഇപ്പോൾ വീണ്ടും ഇയാൾ പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. ഇനി പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലാണ്. രോഹിണി, ശരി, ശിവദാസാണ് വിവരങ്ങൾ നൽകിയത്.